ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഉത്തരകാണ്ഡം അധ്യായം 3. ലവകുശന്മാരുടെ ബാല്യവും രാമായണ ഗാനത്തിന്റെ ആരംഭവും. ശ്രീരാമചന്ദ്രസ്വാമിയെ സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ കഥയിലേക്ക് കടക്കാം. കഴിഞ്ഞ അധ്യായത്തിൽ സീതാദേവി മഹർഷി വാൽമീകിയുടെ ആശ്രമത്തിൽ അഭയം പ്രാപിച്ചതും അവിടെ വെച്ച് ദിവ്യ സ്വഭാവമുള്ള ഇരട്ടപുത്രന്മാരായ ലവനും കുശനും ജനിച്ചതുമാണ് നമ്മൾ കേട്ടത്. അയോധ്യയിലെ രാജമന്ദിരത്തിൽ നിന്ന് വളരെ അകലെയായിരുന്നു ആ ആശ്രമം. എന്നാൽ രാജകുമാരന്മാരായി ജനിച്ച ലവകുശന്മാർക്ക് രാജകീയമായിട്ടുള്ള ജീവിതത്തിന്റെ ആഡംബരങ്ങളൊന്നും ലഭിച്ചില്ല. അവരുടെ ബാല്യം വളർന്നത് പ്രകൃതിയുടെ മടിയിലായിരുന്നു. മരങ്ങളും വള്ളികളും പൂക്കളും പക്ഷികളും മാൻകൂട്ടങ്ങളും നിറഞ്ഞ ആ ആശ്രമം തന്നെയായിരുന്നു അവരുടെ ലോകം. അവരുടെ അമ്മ സീതാദേവി, അവരുടെ ഗുരു മഹർഷി വാൽമീകി. അവരുടെ ബാല്യത്തിന്റെ ഓരോ നിമിഷത്തിലും രാമനാമത്തിന്റെ പരിശുദ്ധി നിറഞ്ഞു. കാലം കടന്നുപോയി. ലവനും കുശനും വളർന്നു തുടങ്ങി. കുഞ്ഞുങ്ങളായിരിക്കുമ്പോഴേ അവർ അസാധാരണമായ ബുദ്ധിയും ധൈര്യവും പ്രകടിപ്പിച്ചു. മഹർഷി വാൽമീകി അവരുടെ സ്വഭാവവും കഴിവുകളും വളരെ ശ്രദ്ധയോടെ നിരീക്ഷിച്ചു. അവർക്ക് വേദങ്ങളും വേദാംഗങ്ങളും ഒക്കെ പഠിപ്പിച്ചു. മന്ത്രോച്ചാരണത്തിന്റെ ശുദ്ധിയും ധർമ്മത്തിന്റെ മഹത്വവും സത്യത്തിന്റെ വിലയും ഗുരു അവരെ പഠിപ്പിച്ചു. അതോടൊപ്പം ആയുധവിദ്യയും അവർ അഭ്യസിച്ചു. വില്ലും അമ്പും കൈകാര്യം ചെയ്യുന്നതിൽ അവർ പ്രാവീണ്യം നേടി. കുതിരയെയും ആനയെയും രഥത്തെയും കുറിച്ചുള്ള അറിവും നേടി. എന്നാൽ അവരുടെ ഏറ്റവും വലിയ ആയുധം വില്ലോ അമ്പോ ആയിരുന്നില്ല. അത് അവരുടെ ജ്ഞാനവും സത്യനിഷ്ഠയുമായിരുന്നു. ലവനും കുശനും വളരുന്നതനുസരിച്ച് അവരുടെ മുഖത്ത് ഒരു പ്രത്യേക തേജസ്സും തെളിഞ്ഞു. അവരെ കാണുന്നവർക്കറിയില്ലായിരുന്നു ഈ രണ്ട് ബാലന്മാർ ആരാണെന്ന്. എന്നാൽ മഹർഷി വാൽമീകിക്ക് എല്ലാം അറിയാമായിരുന്നു. അവർ ആരുടെ മക്കളാണെന്നും അവരുടെ ഭാവി എന്താണെന്നും അദ്ദേഹത്തിന് വളരെ വ്യക്തമായി അറിയാമായിരുന്നു. എങ്കിലും സമയം വരുന്നതുവരെ ആ രഹസ്യം ലോകത്തോട് വെളിപ്പെടുത്തിയില്ല. ഇതിനിടയിൽ മഹർഷി വാൽമീകി രചിച്ചിരുന്ന മഹത്തായ കാവ്യം പൂർത്തിയാക്കിയിരുന്നു. അത് മറ്റാരുടേതുമല്ല, ശ്രീരാമന്റെ പവിത്ര ചരിത്രം രാമായണം. രാമന്റെ ജനനം മുതൽ വനവാസം വരെ, സീതാസ്വയംവരം, വനവാസം, രാവണനുമായിട്ടുള്ള യുദ്ധം, സീതാദേവിയുടെ മോചനം, അയോധ്യയിലേക്കുള്ള മടങ്ങിവരവ്, ശ്രീരാമന്റെ രാജാഭിഷേകം, ഇങ്ങനെ ശ്രീരാമന്റെ ജീവിതത്തിലെ ഓരോ മഹത്തായ സംഭവവും വാൽമീകി മഹർഷി കാവ്യരൂപത്തിൽ പകർന്നു. എന്നാൽ ഒരു മഹാകാവ്യം രചിച്ചതുകൊണ്ട് മാത്രം മതിയോ? അത് ലോകം കേൾക്കണം. രാമന്റെ ധർമ്മവും സത്യവും കരുണയും ത്യാഗവും ലോക ഹൃദയങ്ങളിൽ എത്തണം. അതിന് യോഗ്യരായവർ ആരായിരിക്കും? മഹർഷിയുടെ മനസ്സിൽ ഒരു തീരുമാനമുദിച്ചു. ലവനും കുശനും, ഈ രണ്ട് ബാലന്മാരാണ് രാമായണം ലോകത്തിന് പാടിക്കേൾപ്പിക്കേണ്ടത്. ഒരു ദിവസം മഹർഷി വാൽമീകി ലവകുശന്മാരെ തന്റെ സമീപത്തേക്ക് വിളിച്ചു. സ്നേഹത്തോടെ അവരെ നോക്കി അദ്ദേഹം പറഞ്ഞു, മക്കളെ, ഞാൻ രചിച്ചിരിക്കുന്ന ഒരു മഹത്തായ കഥ നിങ്ങൾ പഠിക്കണം. ഇത് ധർമ്മത്തിന്റെ കഥയാണ്, സത്യത്തിന്റെ കഥയാണ്, ത്യാഗത്തിന്റെ കഥയാണ്. അത് ശ്രീരാമചന്ദ്രന്റെ ജീവിത കഥയാണ്. ബാലന്മാർ ഭക്തിയോടെ ഗുരുവിന്റെ വാക്കുകൾ കേട്ടു. മഹർഷി അവരെ രാമായണത്തിലെ ശ്ലോകങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങി. ആദ്യം അക്ഷരങ്ങൾ, പിന്നെ വാക്കുകൾ, പിന്നെ ശ്ലോകങ്ങൾ, അതിനുശേഷം ഓരോ സംഭവത്തിന്റെയും അർത്ഥം. ലവനും കുശനും അതീവ ശ്രദ്ധയോടെ പഠിച്ചു. അവരുടെ സ്വരത്തിൽ സ്വാഭാവികമായ മാധുര്യമുണ്ടായിരുന്നു. വാൽമീകി മഹർഷിയുടെ ശിക്ഷണത്തിൽ ആ സ്വരം കൂടുതൽ മനോഹരമായി. വീണയുടെ നാദത്തോടൊപ്പം അവർ രാമായണം പാടാൻ തുടങ്ങി. ആശ്രമത്തിലെ മരങ്ങളും പക്ഷികളും പോലും ആ ഗാനം കേൾക്കുന്നത് പോലെ തോന്നി. അമ്മയായ സീതാദേവി അകലെ ഇരുന്ന് തന്റെ മക്കളുടെ ഗാനം കേട്ടു. അവരുടെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്നത് ആരുടെ കഥയാണ്?
തൻ്റെ ഭർത്താവായ ശ്രീരാമന്റെ കഥ. തൻ്റെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും നിറഞ്ഞു നിന്ന ആ രാമന്റെ കഥ മക്കൾ പാടുമ്പോൾ സീതയുടെ കണ്ണുകൾ നിറഞ്ഞു. എന്നാൽ ആ കണ്ണുനീരിൽ ദുഃഖം മാത്രം ഉണ്ടായിരുന്നില്ല, അവിടെ അഭിമാനവും ഉണ്ടായിരുന്നു. കാരണം തൻ്റെ മക്കൾ പാടുന്നത് ഒരു സാധാരണ കഥയല്ല, ലോകത്തിന് ധർമ്മത്തിന്റെ വഴി കാണിച്ച മഹാപുരുഷനായ ശ്രീരാമന്റെ ചരിതമാണ്. സീതാദേവി തൻ്റെ മക്കളെ അനുഗ്രഹിച്ചു. മക്കളെ, ഈ രാമകഥ ഒരിക്കലും വെറും പാട്ടായി കാണരുത്. ഇത് ധർമ്മത്തിന്റെ ശബ്ദമാണ്. നിങ്ങളുടെ നാവിലൂടെ രാമനാമം ലോകത്തിന്റെ ഹൃദയങ്ങളിൽ എത്തട്ടെ. അങ്ങനെ ലവകുശന്മാർ അമ്മയുടെ പാദങ്ങളിൽ നമസ്കരിച്ചു. കാലം കടന്നുപോയി. രാമായണ ഗാനം ആശ്രമത്തിന് പുറത്തേക്ക് പോയി. ലവകുശന്മാരുടെ രാമായണ ഗാനം കൂടുതൽ മനോഹരമായി. അവർ പാടുമ്പോൾ കേൾക്കുന്നവരുടെ ഹൃദയം ഭക്തിയിൽ നിറഞ്ഞു. വാൽമീകി മഹർഷി അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ രാമായണം ആശ്രമത്തിനുള്ളിൽ മാത്രം പാടരുത്, ജനങ്ങൾക്കിടയിലും പാടണം, രാജാക്കന്മാരുടെ സദസ്സിലും പാടണം, മുനിമാരുടെ സന്നിധിയിലും പാടണം. ധർമ്മത്തെ സ്നേഹിക്കുന്ന എല്ലാവരും ഈ കഥ കേൾക്കട്ടെ. ഗുരുവിന്റെ ആജ്ഞ സ്വീകരിച്ച് ബാലന്മാർ യാത്ര തുടങ്ങി. അവർ എവിടെ എത്തിയാലും ആളുകൾ ചുറ്റും കൂടി. രാമന്റെ ബാല്യം അവർ പാടി, വിശ്വാമിത്രനോടൊപ്പമുള്ള യാത്ര പാടി, സീതാ സ്വയംവരം വരെ പാടി, വനവാസത്തിന്റെ ദുഃഖം പാടി, ശബരിയുടെ ഭക്തി പാടി, ഹനുമാന്റെ ഭക്തിയും ശക്തിയും പാടി, സുഗ്രീവനുമായുള്ള സൗഹൃദം പാടി, സേതുബന്ധനം പാടി, രാവണവധം പാടി, രാമന്റെ അയോധ്യയിലേക്കുള്ള മടങ്ങിവരവ് പാടി. അവർ പാടിയ ഓരോ വരിയിലും ഭക്തി ഉണ്ടായിരുന്നു. ഓരോ ശ്ലോകത്തിലും ധർമ്മത്തിന്റെ പ്രകാശമുണ്ടായിരുന്നു. കേൾക്കുന്നവരുടെ കണ്ണുകളിൽ പലപ്പോഴും കണ്ണുനീർ നിറഞ്ഞു. ലവകുശന്മാർക്ക് അപ്പോൾ പോലും അറിയില്ലായിരുന്നു തങ്ങൾ പാടുന്ന രാമകഥയുടെ നായകൻ തന്നെയാണ് തങ്ങളുടെ പിതാവെന്ന്. അവർ അറിയാതെ സ്വന്തം പിതാവിന്റെ മഹത്വമാണ് ലോകത്തിനു മുന്നിൽ പാടിക്കൊണ്ടിരുന്നത്. അവരുടെ ഹൃദയത്തിൽ രാമനോടുള്ള ഭക്തി ഉണ്ടായിരുന്നു. എന്നാൽ ആ ഭക്തിക്ക് പിന്നിൽ ഒരു അദൃശ്യമായ ബന്ധവും ഉണ്ടായിരുന്നു, രക്തബന്ധം, പിതാവും പുത്രന്മാരും തമ്മിലുള്ള ബന്ധം. കാലം അതിന്റെ രഹസ്യം മറച്ചു വെച്ചു. എന്നാൽ അധികകാലം ആ രഹസ്യം മറഞ്ഞു നിൽക്കാനായില്ല. ഇതിനിടെ അയോധ്യയിൽ ശ്രീരാമചന്ദ്രൻ രാജ്യം ഭരിക്കുകയായിരുന്നു. രാജ്യം സമൃദ്ധമായിരുന്നു. ജനങ്ങൾ സന്തുഷ്ടരായിരുന്നു. ശ്രീരാമന്റെ ഭരണത്തിൽ ധർമ്മം നിലനിന്നിരുന്നു. എന്നാൽ സീതാവിരഹത്തിന്റെ വേദന രാമന്റെ ഹൃദയത്തിൽ നിന്ന് ഒരിക്കലും പൂർണ്ണമായി മാറിയിരുന്നില്ല. അദ്ദേഹത്തിന്റെ രാജജീവിതം ധർമ്മനിഷ്ഠയോടെ മുന്നോട്ടു പോയെങ്കിലും ഹൃദയത്തിന്റെ ആഴത്തിൽ സീതയുടെ ഓർമ്മ എപ്പോഴും ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഒരു മഹത്തായ യാഗം നടത്താൻ ശ്രീരാമൻ തീരുമാനിച്ചത്, അശ്വമേധയാഗം. യാഗത്തിനായി അലങ്കരിച്ച കുതിരയെ വിട്ടു. രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളുടെ ആ കുതിര സഞ്ചരിച്ചു. അതിനോടൊപ്പം രാമന്റെ സൈന്യവും ഉണ്ടായിരുന്നു. ആ കുതിര ഒടുവിൽ വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിന് സമീപത്തുള്ള പ്രദേശത്തെത്തി. അവിടെ ലവകുശന്മാരും ഉണ്ടായിരുന്നു. അവർ ആ കുതിരയെ കണ്ടു. കുതിരയുടെ ശരീരത്തിൽ രാജചിഹ്നങ്ങൾ, അതിനോടൊപ്പം സൈനികർ. ബാലന്മാർ അത്ഭുതത്തോടെ നോക്കി. അവരുടെ മനസ്സിൽ ഒരു ചോദ്യം ഉയർന്നു, ഈ കുതിര ആരുടേതാണ്? അവർക്ക് ലഭിച്ച മറുപടി അവരുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്നതായിരുന്നു. കാരണം ആ കുതിരയുടെ ഉടമ അയോധ്യാധിപനായ ശ്രീരാമചന്ദ്രനായിരുന്നു. എന്നാൽ ലവകുശന്മാർക്ക് അപ്പോൾ പോലും അറിയില്ലായിരുന്നു രാമൻ എന്ന ആ മഹാരാജാവ് തങ്ങളുടെ സ്വന്തം പിതാവാണെന്ന്. ഇവിടെ നിന്നാണ് ഉത്തരകാണ്ഡത്തിലെ കഥ മറ്റൊരു നിർണായക വഴിയിലേക്ക് കടക്കുന്നത്. അടുത്തതായി എന്ത് സംഭവിച്ചു? ലവകുശന്മാര് അശ്വമേധ കുതിരയെ തടഞ്ഞോ? രാമന്റെ സൈന്യത്തോട് അവർ ഏറ്റുമുട്ടിയോ? സ്വന്തം പിതാവിന്റെ സൈന്യത്തോടാണ് തങ്ങൾ യുദ്ധം ചെയ്യുന്നത് എന്നവർ അറിഞ്ഞിരുന്നു. ഇതെല്ലാം നമുക്ക് അടുത്ത അധ്യായത്തിൽ വിശദമായി കേൾക്കാം. ലവകുശന്മാരുടെ ബാല്യം നമ്മെ ഒരു വലിയ സത്യം പഠിപ്പിക്കുന്നു. ജന്മം മാത്രം ഒരാളുടെ മഹത്വം നിർണയിക്കുന്നില്ല. വിദ്യയും വിനയവും ധർമ്മബോധവും ഗുരുഭക്തിയും സത്യനിഷ്ഠയും ചേർന്നാണ് ഒരു മനുഷ്യന്റെ മഹത്വം രൂപപ്പെടുന്നത്. കുമാരന്മാരായിരുന്നിട്ടും ലവകുശന്മാർ വളർന്നത്
ആശ്രമത്തിലെ ലളിതമായ ജീവിതത്തിലായിരുന്നു. അവരുടെ കയ്യിൽ ആയുധമുണ്ടായിരുന്നു, എന്നാൽ ഹൃദയത്തിൽ ധർമ്മമുണ്ടായിരുന്നു. അവരുടെ നാവിൽ രാമനാമമുണ്ടായിരുന്നു. അവരുടെ ജീവിതത്തിൽ ഗുരുവിന്റെ അനുഗ്രഹമുണ്ടായിരുന്നു. അതാണ് അവരുടെ യഥാർത്ഥ ഭക്തി. ശ്രീരാമചന്ദ്ര സ്വാമിയുടെയും സീതാദേവിയുടെയും പാദങ്ങളിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ കഥ ഇവിടെ അവസാനിപ്പിക്കാം. ശ്രീരാമ ജയ രാമ ജയ ജയ രാമ, ശ്രീരാമ ജയ രാമ ജയ ജയ രാമ, ശ്രീരാമ ജയ രാമ ജയ ജയ രാമ. ശ്രീഹരേ നമ. ശ്രീരാമചന്ദ്ര സ്വാമി കീ ജയ്.